ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള പേഴ്സൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥ എന്താണ്? വന്നിരിക്കുന്നത് 4 ഓഫ് പെൻഡിക്കിൾ, ഹെർമിറ്റിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെ ഏതവസ്ഥയിൽ നിർത്തിയിട്ട് പോയോ ആ അവസ്ഥയിൽ കൂടി അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അവരൊരു ഇലൂഷനിലായിരുന്നു, ഒന്നിലധികം കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷനിലേക്ക് അവർ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരിലെ ഒരു സ്പിരിച്വൽ അവയർനെസ് വന്നിരിക്കുന്നു. ഓക്കെ, അവർക്കൊരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി അവരിലേക്ക് വരുമ്പോൾ അവർക്കിപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവരിപ്പോൾ ഫോക്കസ്ഡ് അല്ല. ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരു പക്ഷേ മറ്റു വ്യക്തികളിൽ അട്രാക്റ്റഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് അട്രാക്റ്റഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ, പ്രശസ്തി, പണം, നിങ്ങളെക്കാളും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കാരണം അവരിലേക്ക് യൂണിവേഴ്സൽ എനർജി കടന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ കാണിച്ച അതേ നാണയത്തിൽ അവർക്കും കിട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില വ്യക്തികൾ, എല്ലാവർക്കും അല്ല, ചില വ്യക്തികളുടെ പേഴ്സൺ ആക്സിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്പാണ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ ആർക്ക് വേണ്ടിയിട്ടാണോ ഓഫർ കൊടുത്ത്, അല്ലെങ്കിൽ ആരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോയത്, അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചതി നല്ല രീതിയിൽ കിട്ടിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവരെന്താണോ സെലക്ട് ചെയ്തത് അവർ നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ക്വീൻ ഓഫ് സോഡ് ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അവരൊരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന അവരുടെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈഫായിരിക്കാം, അമ്മയോ പെങ്ങളോ വൈഫോ സ്ത്രീയും, ഇവിടെ ഒരു സ്ത്രീ ജനത്തെയാണ് കാണിക്കുന്നത്, ഫീമെയിൽ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. പുരുഷനുമാകാം, പുരുഷനായാൽ തന്നെയും ഇപ്പം ഫെമിനൻ എനർജി കൂടുതലായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്നേഹവും വിശ്വാസവുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ വാക്ക് തർക്കങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത്. ആരെ വിശ്വസിച്ചു, ആരെ സ്നേഹിച്ചു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കി കടന്നു പോയോ ആ വ്യക്തിയുമായിട്ട് ഒരു വാക്ക് തർക്കത്തിലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കപ്പ് 4 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തെ വിശ്വസിച്ച് പോയിരിക്കുന്ന ചില സിറ്റുവേഷന്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പുറമേ സ്നേഹമാണ് എന്ന് കാണിച്ചെങ്കിലും ഇവിടെ ഉള്ളിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൂടുതലായിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ കൂടെയുള്ള വ്യക്തികൾ, അത് ആരായിരുന്നാലും അവർക്ക് ഇവർ കൊടുക്കുന്ന സ്നേഹം, നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന സ്നേഹത്തെക്കാളും ഉപരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സ്വത്തുക്കളിലും സാമ്പത്തിക കാര്യങ്ങളിലും സാലറിയിലും ഒക്കെ ആയിരിക്കും
അവരുടെ ശ്രദ്ധ. ഓക്കെ, അതവർ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരെ ഒരുപാട് ഇമോഷണലായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ഓക്കെ, ആത്മാർത്ഥമായിട്ടുള്ള അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങളുടെ പേഴ്സൺ മറ്റേതോ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളെ മാറ്റിയിട്ട് മറ്റൊരു വ്യക്തിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു. അത് വീട്ടുകാരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം. ഓക്കെ, പക്ഷേ അവർ ആദ്യം കാണിച്ചിരുന്ന സ്നേഹമായിരുന്നില്ല എന്നും അവരുടെ മനസ്സിൽ പ്രോപ്പർട്ടിയോ സാമ്പത്തികമോ മറ്റു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു പ്രാധാന്യമെന്ന് അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവർക്ക് വലിയ പെയിൻ സിറ്റുവേഷനാണ് നൽകുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടൊക്കെ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ ലോണൊക്കെ എടുപ്പിച്ചിട്ട് അതൊക്കെ കൊണ്ട് മുങ്ങിയിട്ടുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഒരു ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ് ചീറ്റിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ സാമ്പത്തികം ചതിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. വിട്ടുപോയിരിക്കുന്നു. ഓക്കെ, ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ റിലേഷനിൽ ലൈഫൊന്നുമില്ല, അതിൽ എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റാരുടെയോ വാക്കുകൾ കേട്ടിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവർ ചെന്നുപെട്ട സ്ഥലത്ത് അവിടെ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അനുഭവിച്ച് വന്ന അതേ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഒക്കെ അവരുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്നു. സാമ്പത്തികവും ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ, വിദേശയാത്രയുമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നുകിൽ അവർക്ക് വിദേശയാത്ര വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത, വിദേശത്തുള്ള ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ദ ഹെർമിറ്റിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ കർമ്മ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ചെയ്ത പ്രവൃത്തിക്ക് അവർ കർമ്മ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിനോട് ഉത്തരം പറയേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്? ഈ ഒരു ജഡ്ജിമെൻറ്റും കർമ്മ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളിലേക്ക് അവർ അട്രാക്റ്റഡ് ആണ്, നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ വല്ല രക്ഷയും ഉണ്ടോ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്നുള്ളതാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചിന്തയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്നാണ് നിങ്ങളിലേക്ക് അവർ നോക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. ഒരുപാട് സ്നേഹം അവരുടെ ഉള്ളിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. ഈ നല്ല സ്നേഹത്തെ ചതിച്ചിട്ടാണ്, നിങ്ങൾ ചതിച്ചത് അവർക്ക് മനസ്സിലായി. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ അവർ നിങ്ങളെ ചതിച്ചു. ഓക്കെ, അതവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഏറ്റവും റിയലായിട്ട് ദൈവം തന്നിരുന്നതായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഇവിടെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ്ങിലുള്ള ഒരു പ്രണയത്തെയാണ് ചീറ്റ് ചെയ്തത്, ചതിച്ചതെന്ന് അവർ ഇപ്പോൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അവർ മനഃപൂർവ്വമായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും അകന്ന് മാറിപ്പോയത്. അവരുടെ പ്ലാൻ ആയിരുന്നു. ഓക്കെ, അവർ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങളുടെ കൂടെ സംസാരിച്ച് ചിരിച്ച് മാറുന്ന ആ ഒരു നിമിഷത്തിലല്ല അവിടെ ഒരു ബ്രേക്കപ്പ് വന്നിരുന്നത്. അവർ കുറച്ച് നാൾ മുമ്പേ നിങ്ങളെ
ഒഴിവാക്കാനുള്ള പദ്ധതികളിൽ കൂടിയായിരുന്നു യാത്ര. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അതിന് വേണ്ടിയിട്ട് അവർ ചുമ്മാ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കിയിരുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ അവർ ജഡ്ജിമെൻറ്റിൻ്റെ കാർഡ് വീണ്ടും വന്നിരിക്കുന്നു. കർമ്മയിലാണെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളോട് ചെയ്ത പ്രവർത്തനത്തിന് അവർക്ക് കർമ്മ അനുഭവിച്ചേ മതിയാകൂ എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. 8 ഓഫ് പെൻറ്റിക്കിളാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 8 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നു, വാല്യൂ തോന്നുന്നു, റെസ്പെക്റ്റ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പണ്ട് അവരുടെ കാല് പിടിച്ച് കരയുന്നതായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നായിരിക്കും അന്നൊന്നും നിങ്ങൾക്ക് വലിയ വാല്യൂ അവർ തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു നിമിഷം അവർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ജോലി ഉള്ളതായിട്ട് കാണുന്നു. സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു. മറ്റുള്ളവരെല്ലാം നിങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്കൊരു വിലയില്ലാതെ നിങ്ങളൊരു പൂജ്യമാണെന്നും പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ പ്രപഞ്ചം ചേർന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. അവർ നിശ്ചയിക്കുന്നതിലും അപ്പുറം വാല്യൂ നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 3 ഓഫ് കപ്പിൻ്റെ എനർജി കാണുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ ലൈഫിൽ. അവർക്കൊന്നിനും ഒരു കുറവില്ലായിരുന്നു, എല്ലാത്തിനും സമൃദ്ധിയായിരുന്നു. സാമ്പത്തികമാണെങ്കിലും ശരി തന്നെ, അവരുടെ ജോലി സംബന്ധമാണെങ്കിലും അവരുടെ മനസ്സിനാണെങ്കിലും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിരുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള വഴികൾ അവർ അന്വേഷിക്കുകയാണ്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജിയാണ് അവർക്ക് തോന്നുന്നത്. ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ലവേഴ്സിൻ്റെ കാർഡിൽ ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ ചീറ്റിങ് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഒരു പാമ്പിനെ പോലെ തന്നെ കൂടെ നിന്ന് ചുറ്റി വെരിഞ്ഞ് നിങ്ങളെ കൊത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനോ ഒരു ആക്ഷൻ എടുക്കുവാനോ ഉള്ള ഒരു ഫേസ് അവർക്കില്ല. നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും, നിങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കും. ഓക്കെ, പുറകിൽ നിന്ന് കല്ലെറിയാനാണെങ്കിൽ അവർക്ക് പറ്റും. ഓക്കെ, ഫോൺ വിളിച്ചിട്ടൊക്കെ അതും ഇതും നിങ്ങളെ പറയാൻ പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുവാൻ അവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ സത്യമാണെങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുവാൻ സാധിക്കില്ല. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ജഡ്ജ്മെൻറ്റ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 7 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ കാത്തിരുന്നത് പോലെ, നിങ്ങൾ വെയിറ്റ് ചെയ്തതുപോലെ അവർക്ക് ആ കർമ്മ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി അവർക്ക് ആ കർമ്മ എത്തിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു റീയൂണിയൻ, ഒരു റീബർത്ത് ഉണ്ടാകുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.